ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കോയമ്പത്തൂർക്ക് പോകാൻ പോവാണ്. അതും ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയിൽ. അത്യാവശ്യം നല്ല പനിയും കാര്യങ്ങളൊക്കെ എനിക്ക് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗായ്സ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പോകാനുള്ള ട്രെയിനിൻ്റെ ഓൾറെഡി പ്ലാറ്റ്ഫോം നമ്പർ 2 കിടപ്പുണ്ട്. ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ആണ്. അത്യാവശ്യം ജനറലൊക്കെ നല്ല ആളുണ്ട് കേട്ടോ. ലേഡീസ് ഉള്ളിലും ഒക്കെ അത്യാവശ്യം നല്ല ആളുണ്ട്. നമ്മൾ ആക്ച്വലി റിസർവേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ D3 ആണ് കോച്ച് വരുന്നത്. നമുക്ക് കോച്ചിലോട്ട് പോകാം. എനിക്ക് അത്യാവശ്യം നല്ല പനി ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റത്തില്ല ഗൈസ്. ഇന്നലെ എനിക്ക് തീരെ വയ്യായിരുന്നു. ടിക്കറ്റ് ബുക്ക് ചെയ്തുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ തീരെ വയ്യ. അതുകൊണ്ടൊക്കെ പോയിരിക്കാം. ഇപ്പം ആക്ച്വലി 8:30 ആയതേ ഉള്ളൂ. ഇപ്പം തന്നെ നമുക്ക് തിരക്ക് കാണാൻ പറ്റും. നല്ല തിരക്കുണ്ട് വണ്ടിയിൽ. നമുക്ക് നമ്മുടെ കോച്ചിലോട്ട് പോകാം. D3 പോകാം. അയ്യോ, എനിക്ക് എന്ത് വേണ്ടിയ ആളാണ്. കൂടുതലും സ്റ്റുഡൻസ് ആട്ടോ. കാരണം ഇപ്പം ന്യൂ ഇയർ ക്രിസ്മസ് അവധിക്ക് വന്ന പിള്ളേരെല്ലാം ഇപ്പോഴാണ് പോകുന്നത്. നാളെ കോളേജ് തുറക്കുന്ന ടൈം ആയതുകൊണ്ട് എല്ലാവരും ഇന്ന് രാവിലത്തെ ട്രെയിൻ തന്നെ കോളേജുകളിൽ ഇപ്പോൾ സേലം, കോയമ്പത്തൂർ, ബാംഗ്ലൂരൊക്കെ പഠിക്കുന്ന പിള്ളേർ രാവിലെ തന്നെ പോകാൻ നോക്കുകയാണ്. D3 ഇതാണ് നമ്മുടെ കോച്ച് വരുന്നത്. പ്രദേശം നല്ല കോച്ചാട്ടോ. ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ടുള്ളൊരു കോച്ചാണ്. അങ്ങനെ നമ്മുടെ സീറ്റിൽ നമ്മൾ വന്നിരുന്നു. ചേർക്കാറല്ല, ആക്ച്വലി പണ്ടത്തെ പണ്ടത്തല്ല ഇപ്പോഴത്തെ മെമുവിൻ്റെ ആ ഒരു സീറ്റാണ്. നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി 9:30 എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 8:47 ആയിട്ടുണ്ട്. സമയമുണ്ട്, അത്യാവശ്യം സമയമുണ്ട്. രാവിലെ മരുന്ന് കഴിക്കാത്തതുകൊണ്ട് വേറൊന്നും മേടിക്കാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ബിസ്ക്കറ്റ് വാങ്ങി. ആക്ച്വലി ഡാർക്ക് ഫാൻറ്റസി ആണ്. ഹൈഡ് ആൻഡ് സീക്കിൻ്റെ ആണ്. ഇച്ചിരിയേ ഉള്ളൂ, ഇത്രേ ഉള്ളൂ. ഇതിനാണ് എന്തും വേണ്ടി കാശ് അവർ മേടിക്കുന്നത്. നമ്മുടെ ബാംഗ്ലൂർ ഇൻ്റർസിറ്റി കറക്റ്റ് ടൈമിൽ എടുത്തിട്ടുണ്ട്. 9:05 ആയി. 9:05 ആയപ്പോൾ തന്നെ നമ്മുടെ എറണാകുളം സ്റ്റോപ്പിൽ വണ്ടി എടുത്തിട്ടുണ്ട്. നമ്മളിനി അടുത്ത സ്റ്റോപ്പ് വരുന്ന ആലുവയാണ്. ഇതിന് ഏകദേശം സ്റ്റോപ്പ് വളരെ കുറവാണ്. നമ്മളിപ്പോൾ കോയമ്പത്തൂർ വരെയാണ് പോകുന്നത്. അപ്പോൾ ഇതിന് സ്റ്റോപ്പ് വരുന്നത് ആലുവ, തൃശ്ശൂര്, പാലക്കാട്, കോയമ്പത്തൂർ. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും ആക്ച്വലി ഈ ട്രെയിൻ ബയ്യാനഹള്ളി വരെ പോകുന്നുള്ളൂ. നേരത്തെ KSR ബാംഗ്ലൂർ വരെ ഉണ്ടായിരുന്നു. ഇപ്പം പാർഷ്യലി തൽക്കാലത്തേക്ക് ബയ്യാനഹള്ളി വരെ ഉള്ളൂ. ക്യാൻസലാണ്. ബയ്യാനഹള്ളി ബാംഗ്ലൂർ വരെ ക്യാൻസലാണ്. നമ്മളിത് എറണാകുളം ടൗൺ ക്രോസ് ചെയ്ത് പോവാണ്. ഇവിടെ സ്റ്റോപ്പില്ല. ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ടുണ്ട്. ഒരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ടുണ്ട്. ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ശരിയായില്ല, ഞാൻ ഒരെണ്ണേ കഴിച്ചു. അതുകൊണ്ട് ബ്രെഡ് ഓംലെറ്റ് വാങ്ങിയിട്ട് കഴിച്ചിട്ട് മരുന്ന് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ കോയമ്പത്തൂർ എത്തുമ്പോഴത്തേക്ക് ഡെഡാവും. എവിടെ ഇതുണ്ടല്ലോ ആക്ച്വലി ബ്രെഡില് കൊള്ളാം. നമ്മുടെ കളമശ്ശേരിയാണ് മെട്രോ സ്റ്റേഷൻ. ആക്ച്വലി നമ്മൾ ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. നമുക്ക് ഈ സൈഡിൽ പ്ലാറ്റ്ഫോം ഇല്ല. അപ്പുറത്താണ് പ്ലാറ്റ്ഫോം. ഞാൻ മരുന്ന് കാര്യങ്ങളെല്ലാം കഴിച്ചു. ഒരു 2 മിനിറ്റ് ഡിലേയോട് കൂടിയാണ് ആലുവ സ്റ്റേഷനിലേക്ക് നമ്മൾ വന്നേക്കുന്നത്. ഇനി തൃശ്ശൂരാകും വരെ കുറച്ച് കിടന്നുറങ്ങാം എന്ന് വിചാരിക്കുന്നു. നല്ല ടയർഡായിട്ടുണ്ട്. ഈ പനിയും മരുന്നും എല്ലാം കൂടെ. അത് പറഞ്ഞപ്പോഴാണ് എൻ്റെ ടീഷർട്ട് വന്നത്. ആക്ച്വലി ട്രാവൽ വിത്ത് ഹെഡ് പ്രിന്റ് ചെയ്തേക്കുന്ന ടീഷർട്ടാണ് വിത്ത് ലോഗോ. നമ്മുടെ ഗ്രൂപ്പിലെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ തുടങ്ങിയ ഒരു സംരംഭമാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ടീഷർട്ട്സ്
നല്ല രീതിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള പ്രിൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫസ്റ്റ് ടാഗ് എന്നാണ് നമ്മുടെ പേജിൻ്റെ പേര്, മീൻസ് ഇൻസ്റ്റഗ്രാം പേജിൻ്റെ പേര്. അവിടെ ഇഷ്ടംപോലെ ടീഷർട്ട്സും ഹുഡീസും അതേപോലെ നമുക്ക് എന്താണോ പ്രിന്റ് ചെയ്യേണ്ടത് അതെല്ലാം പ്രിന്റ് ചെയ്ത് നമുക്ക് നമ്മൾ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് അങ്ങനെ പ്രിന്റ് ചെയ്യുന്നതായിരിക്കും. നല്ല രീതിയിൽ പ്രിന്റ് ചെയ്ത് കിട്ടിയതാണ്. അത്യാവശ്യം നല്ലൊരു ഡ്രസ്സാണ്. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ പേരും അതിൻ്റെ ഇൻസ്റ്റ ഐ ഡി ഒക്കെ കൊടുത്തേക്കാണ്. ഫുള്ള് പിള്ളേർക്കൊക്കെ ഈ ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് അവധി കഴിഞ്ഞ് പോകുന്ന പിള്ളേർക്കൊക്കെയാണ് ഈ വണ്ടിയിൽ ഫുള്ളുള്ളത്. നമുക്ക് ആലുവ സ്റ്റേഷനിൽ 2 മിനിറ്റാണ് സ്റ്റോപ്പ് വരുന്നത്. പക്ഷേ ഇത് 2 മിനിറ്റ് കഴിഞ്ഞ് ഹോളടിച്ചു. ഈ ഞായറാഴ്ച ലേറ്റ് ആയിരിക്കുമെന്ന് എന്തോ ഹോളടിച്ചു. വണ്ടി എടുത്തില്ല, ഇപ്പോൾ എടുക്കും. പയ്യാണ് നമ്മൾ വണ്ടി എടുക്കുന്നത്. എൻ്റെ കണ്ണടഞ്ഞടഞ്ഞ് പോകുന്നു. അപ്പം വന്നിട്ടേ നമ്മുടെ ആലുവ പുഴയാണ്. നമ്മുടെ ആലുവ അമ്പലം നല്ല അവിടെ നമ്മളത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എത്താറായി. നമ്മൾ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ സെക്കൻഡ് പ്ലാറ്റ്ഫോമിലെത്തി. അതും ജസ്റ്റ് ഇടയ്ക്കൊന്ന് മയങ്ങി എന്നിട്ട് ഉറക്കത്തായിരുന്നു. എനിക്ക് നന്നായിട്ട് ഉറക്കം വരുന്നു. ഞാൻ സിട്രിസിന് അടിച്ചാൽ കയറ്റി വരുന്നേ അയച്ചുള്ളൂ രാവിലെ. പക്ഷെ കണ്ണിങ്ങനെ ഇങ്ങനെ പോകും. നല്ല ആളുണ്ട്, നല്ല തിരക്കുണ്ട്. നമുക്ക് ജനറലാണെങ്കിൽ എറണാകുളത്തുനിന്ന് ഫീലാണ്. ഇവിടെ നല്ല ആളുണ്ട്. ജനറലിൻ്റെ അടുത്തവർ കയറിയിട്ടുണ്ടെങ്കിൽ പോകുന്നു. ഒരുപാട് പേര് നിൽക്കുന്നുണ്ട്. അങ്ങനെ 2 മിനിറ്റ് ഹോൾട്ടാണ് നമുക്ക് ഇവിടെയും വരുന്നത്. പക്ഷെ ഒരു 3 മിനിറ്റ് നിർത്തിയിട്ടാണ് വണ്ടി ഇവിടെ നിന്ന് എടുക്കുന്നത്. നമ്മുടെ ട്രെയിൻ 15 മിനിറ്റ് ലേറ്റാണ്. ഇനി അടുത്ത് പാലക്കാട്, അത് കഴിഞ്ഞ് കോയമ്പത്തൂർ. ഭാരതപ്പുഴയായിരുന്നു. ഞാൻ ഉറങ്ങിപ്പോയി ഗൈസ്. സൗണ്ട് കേട്ടിട്ടതാ. നമ്മളെ ഈ പാലത്തിൻ്റെ മേളിൽ കൂടെ പോകുമ്പോഴുള്ള സൗണ്ട് ഉണ്ടല്ലോ, ഷോർണൂർ ടച്ച് ചെയ്യാതാന്ന് പോകുന്നത്. നല്ല രസമുണ്ടല്ലേ പാലത്ത് കാണാനായിട്ട്. അടുത്ത സ്റ്റേഷനിൽ വരുന്നത് പാലക്കാടാണ്. നല്ല രസമുള്ള വ്യൂ ആണ്. ഇതിലും ഭയങ്കര മനോഹരമായിട്ടുള്ള റൂട്ടാണ് പാലക്കാട് കോയമ്പത്തൂർ റൂട്ട്. എടുക്കാൻ പറ്റുമോ? അങ്ങനെ വെറും 1 മിനിറ്റ് ലേറ്റോട് കൂടി നമ്മളിത് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇപ്പോൾ അടുത്ത സ്റ്റേഷൻ നമുക്ക് എറണാകുളം സ്റ്റേഷനാണ്, കോയമ്പത്തൂർ. 11:41 സമയം. പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ 3 മിനിറ്റത്തെ ഹോൾട്ടാണ് ഈ ട്രെയിനിൽ വരുന്നത്. നമ്മുടെ ട്രെയിനിൻ്റെ പാലക്കാട്ടിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കോയമ്പത്തൂരാണ് സ്റ്റേഷൻ വരുന്നത്. ആക്ച്വലി ഈ പാലക്കാട് ടു കോയമ്പത്തൂർ ഈ ഒരു റൂട്ട് ഉണ്ടല്ലോ, അടിപൊളി ഒരു റൂട്ടാണ്. കിടിലൻ സീനറീസ് ആണ് ഈ ഒരു റൂട്ടിലുള്ളത്. സ്പെഷ്യലി മൺസൂൺ സീസണിലാണെങ്കിൽ പിന്നെ പറയേ വേണ്ട. നല്ലൊരു കിടില റൂട്ടാണ്. അപ്പോൾ എന്തായാലും നമ്മൾ മൺസൂൺ സീസണിൽ ഇതുവഴി ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വീഡിയോ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളും ട്രാവൽ ചെയ്ത് നോക്കുക. പിന്നെ അതേപോലെ നമ്മുടെ ഇൻ്റർസിറ്റി, ഈ ബാംഗ്ലൂർ ഇൻ്റർസിറ്റിയുടെ എറണാകുളം ടു കോയമ്പത്തൂർ ടിക്കറ്റ് ചാർജ് നോക്കുകയാണെങ്കിൽ ഒരാൾക്ക് വരുന്നത് 119 രൂപയാണ് റിസർവേഷൻ ടിക്കറ്റിന് വരുന്നത്. പിന്നെ നമ്മുടെ ഈ KSR ബാംഗ്ലൂർ ഇൻ്റർസിറ്റി ഉണ്ടല്ലോ, ഡെയിലി റണ്ണിങ് ആയിട്ടുള്ള ഒരു ട്രെയിനാണ്. എന്നും രാവിലെ 9:05 എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. വൈകിട്ട് 9 മണിയാകുമ്പോഴത്തേക്കും KSR ബാംഗ്ലൂരിൽ എത്തിച്ചേരും. ഈ ട്രെയിന് വെറും 12 സ്റ്റോപ്പ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. അതും മെയിൻ സ്റ്റോപ്പുകളാണ് എല്ലാം. ആക്ച്വലി ഇപ്പോൾ KSR ബാംഗ്ലൂർ വരെ അല്ല കേട്ടോ, ബയ്യൻഹള്ളി വരെ ഈ ട്രെയിൻ ഓടുന്നുള്ളൂ. ടെമ്പററി റൂട്ടിന് എന്തെങ്കിലും ഇഷ്യൂ ഉള്ളത് കൊണ്ടായിരിക്കാം. അത് ക്ലിയർ ആകുമ്പോഴത്തേക്കും ബാക്കി KSR ബാംഗ്ലൂർ വരെ ഓടുന്നതായിരിക്കും കേട്ടോ. ഈ ട്രെയിൻ ഉണ്ടല്ലോ ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് കോയമ്പത്തൂർ ടു ബാംഗ്ലൂർ
ഇൻ്റർസിറ്റി ആയിട്ടാണ്. പിന്നെ അത് എറണാകുളത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുമായിരുന്നു ചെയ്തത്. പിന്നെ ഇതിപ്പോൾ LHB കോച്ചാണ് വരുന്നത്. ഇതിന് ജനറൽ ക്ലാസ് ഉണ്ട്, സെക്കൻഡ് സീറ്റിംഗ് ഉണ്ട്, അതേപോലെ AC ചെയർക്കാരുമാണ് വരുന്നത്. പിന്നെ ഇത് ഡെയിലി റണ്ണിങ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ അല്ലെങ്കിൽ കോയമ്പത്തൂർ, ഈറോഡ്, സേലം ഒക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ഇപ്പം രാവിലെ കയറി ഉച്ചയാകുമ്പോഴത്തേക്കും തമിഴ്നാട്ടിലും പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്കും ബാംഗ്ലൂർ എത്താൻ പറ്റിയ ബെസ്റ്റ് ട്രെയിനാണ് ഇത്. ഫുള്ള് ഏകദേശം ഈ ബോഗിയിലെ 13-15 ആൾക്കാർ കോയമ്പത്തൂരുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയൊക്കെയാണ് ഗൈസ്. ഏകദേശം എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. അതേപോലെ ഇവിടുന്ന് കയറാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ. ഇനി ഇവിടെ ഇരുന്ന് വേണം എന്താ ചെയ്യണമെന്ന് തീരുമാനിക്കാനായിട്ട്. ആക്ച്വലി വൈകിട്ട് ആദിയോഗി പോകണം. വൈകിട്ട് ആദിയോഗിയിൽ പോകുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കോയമ്പത്തൂർ ഇപ്പോൾ വന്നത്. അപ്പോൾ ഇനിയിപ്പോൾ റൂം എടുത്തിട്ട് വണ്ടി റെൻ്റ് എടുക്കുന്ന കാര്യമൊക്കെ നോക്കാം. നമ്മുടെ ബാംഗ്ലൂർ എക്സ്പ്രസ് ഇവിടുന്ന് പോയി കേട്ടോ. നല്ല തിരക്കുണ്ട്. ദീപങ്ങളിലൊക്കെ നോക്കി ഇതിലൊക്കെ നിന്ന് നോക്കി എന്ത് ഡേറ്ററാന്ന് നോക്കി. കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ്റെ എക്സിറ്റ് കാണിച്ചു തരാം. നല്ല രസമുണ്ട് നോക്കി. നമ്മുടെ കന്യാകുമാരി ദിബ്രുഗഡ് വിവേക് എക്സ്പ്രസ്. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനടുത്ത് തന്നെ ഒരു റൂം എടുത്തിട്ടുണ്ട്. ഞാൻ ഭയങ്കര ടയർഡാണ്. ട്രെയിൻ അത്രയും കിടന്നുറങ്ങി. എന്നിട്ടും ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഇനിയും ബൈക്ക് സ്കൂട്ടി റെൻ്റൽ നോക്കിയിട്ട് ഇനി അടുത്ത പരിപാടി നോക്കണം. ഇവിടെ സ്കൂട്ടിയുടെ കാര്യം ഭയങ്കര ഷോക്കാണ് കേട്ടോ. ഇപ്പോൾ റെൻ്റൽ എടുക്കുവാണെങ്കിൽ അവർക്ക് ഒന്നെങ്കിൽ വൈകിട്ടോ 9:30 കൊടുക്കണം, അല്ലെങ്കിൽ നാളെ രാവിലെ 7 മണിക്ക് ശേഷം കൊടുക്കണം. എനിക്ക് ട്രെയിൻ വരുന്നത് 5 മണിക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ എറണാകുളം ടു കോയമ്പത്തൂർ വീഡിയോ. അത് നമ്മുടെ KSR ബാംഗ്ലൂരു ഇൻ്റർസിറ്റിയിൽ. അപ്പോൾ ഈ വീഡിയോ ഏകദേശം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അധികം ഒന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും കുഴപ്പമില്ലാത്തൊരു വീഡിയോ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ